പോകുന്ന ഈ ഒരു വഴി മാത്രമേ കാണാനായിട്ട് പറ്റുള്ളൂ. ബാക്ക് സൈഡ് ഫുള്ള് പോകണം. തകർത്ത് ഇത് വലിയൊരു ഇതാ കോട വരുന്നുണ്ടോ. അത് അത്യാവശ്യം ഒരു 40 ഡിഗ്രി ചെരുവിലാട്ടോ മല കയറിക്കൊണ്ടിരിക്കുന്നത്. മച്ചാന്മാരെ അങ്ങനെ നമ്മൾ ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇനി സർവജ്ഞ പീഠത്തിന്റെ അവിടേക്ക് ഇവിടുന്ന് ഏകദേശം വഴി കിട്ടുന്നുണ്ടോ. മച്ചാന്മാരെ അങ്ങനെ നമ്മൾ കുടജാദ്രി ഹില്ലില് ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇനി സർവജ്ഞ പീഠത്തിന്റെ അവിടേക്ക് ഇവിടുന്ന് ഏകദേശം 1.5 കിലോമീറ്റർ ഉണ്ട്. അത് നമുക്ക് നടന്നു പോകട്ടോ. ഇവിടെ ഒരു ചെറിയ ക്ഷേത്രം കൊണ്ട് ടെമ്പിൾ കണ്ടോ. അപ്പൊ നമ്മള് സർവജ്ഞ പീഠത്തിന്റെ അടുത്തേക്കുള്ള യാത്രയിലാണ്. ഇത് അത്യാവശ്യം ഒരു 40 ഡിഗ്രി പിന്നെ ചെരുവിലാട്ടോ നമ്മളിപ്പോ മല കയറിക്കൊണ്ടിരിക്കുന്നത്. സംഭവം കിട്ടുന്ന രക്ഷയില്ല. ആ ജീപ്പിന്റെ എക്സ്പീരിയൻസ് ആണ് റാനേഷ. ആരകല്ലേ ഇവിടെ സേവ് ഫോറസ്റ്റ്, സേവ് വൈൽഡ് ലൈഫ്. ഇത് വലിയൊരു ഇതാ കോട വരുന്നുണ്ടോ. അപ്പുറത്ത് കോട വരുന്നുണ്ട്, അപ്പുറത്തെ ആളുകൾ മൂത്രം ഒഴിക്കുന്നുണ്ട്. തകർത്ത് 9:30 ആയിട്ടോ. നമ്മൾ 9:30 ആയിട്ട് നല്ലൊരു രക്ഷയില്ലാത്ത മഞ്ഞാണ്. ഇടുക്കി സംഭവം. തീമ്പുറത്ത് വാ നമുക്കിനി പോലെ ഇറക്കിറ കാഴ്ചയുടെ ഞങ്ങളങ്ങനെ പിന്നെ ഹില്ലിന്റെ ടോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പിന്നെ ലെഫ്റ്റ് സൈഡ് ആണല്ലേ ഫുള്ള് കോണട്ടോ. നടക്കടാ. ഇപ്പൊ നമ്മളിവിടെ നിൽക്കുന്നറിയോ, ശരിക്കും ഈ ഒരു സ്ഥലം മാത്രമേ, ഈ പോകുന്ന ഈ ഒരു വഴി മാത്രമേ കാണാനായിട്ട് പറ്റുള്ളൂ. ബാക്ക് സൈഡ് ഫുള്ള് പോകണം, ഫുൾ ഫോഗ്. സമയം 9:30 സമയമായിട്ടുണ്ട് ഏകദേശം. അനശ ആ ചെറിയ കുടിഞ്ഞിട്ട് നടക്കണ അമ്മനെ സമ്മതിച്ചില്ല. ഒരുപാട് ആളുകൾ കിട്ടും. ഞായറാഴ്ച ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ. എന്താ ചെറിയ ഹട്ട. കുറെ അധികം ഫാമിലീസ് ആട്ടോ കയറി വരുന്നത്. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആവാൻ പറയാൻ കാരണം ഇന്നലെ കിടക്കുന്ന സമയത്ത് കുറച്ച് ലേറ്റായി. അതാണ് എണീക്കാൻ നേരം വൈകിയത്. പക്ഷെ എങ്കിലും വെയിലൊന്നുമില്ല. സംഭവം അടിപൊളിയാ, ഒരു രക്ഷയില്ല. ഇന്നിപ്പോ പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഈ സൈഡ് നമുക്ക് അപാര കുഴിയാണ്, ഒരു രക്ഷയില്ലാത്ത കുഴിയാണ്. പക്ഷെ ഒന്നും കാണാനില്ല, ഫുള്ള് കോടയാണ്. നോക്കിക്കേ ഉണ്ടോ, ഫുള്ള് കോട. താഴെ പോയാ മേലെ ഇങ്ങനെ പോവാം വേഗം. അങ്ങനെ മറ്റം പറയില്ല ഉള്ളിലേക്ക് പോവാം. ഫുള്ള് ഹെവി വീണ്ടും മലയാളം. മലയാളികളെ സംസ്ഥാന ഒടിച്ചെന്നാ കൊദ്രാസ് കോട്ടത്തിലായി. മൃഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അടിക്കാനായി. രണ്ടുപേരെ പറയാൻ പറ്റില്ല. ഈ വഴി കിട്ടുന്ന കേട്ടോ, രക്ഷ.
അതിലേ മഴ പെയ്യുമ്പോൾ വെള്ളച്ചാട്ടം ഉണ്ടാകുന്ന സ്ഥലമാണ്, വെള്ളം ഒഴുകി പോകുന്ന സ്ഥലമാണല്ല. അതാണ് ചെറിയ കല്ലുകൾ.